യേശുവേ സ്തുതിക്കണമേ നിത്യനാമേ ജീവനാമേ യേശുവേ ഇതുപോസുജീവൻ താങ്ങൊരാത്മ സ്നേഹിതനെ ഇതുപോസുജീവൻ താങ്ങൊരാത്മ സ്നേഹിതനെ എല്ലാവർക്കും എണ്ണിക്കാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടുള്ള ആരാധന മാത്രമേ അവൻ ഏറ്റെടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നീ വാ കൊണ്ട് പാടാം, അത്രേ ഉള്ളൂ. നിനക്ക് മറുപടി ലഭിക്കുവാൻ പ്രയാസമായിരിക്കും. നീ ദൈവത്തോട് കൂടെ പറ്റിയിരുന്നാൽ അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ വില്ലൊടിച്ച് കുന്തമുറിച്ച് അവൻ തീയിലിട്ട് ചുട്ടുകളയുന്നു. ആരാ ഏറ്റെടുത്തത്? അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് തീയിലിട്ട് ചുട്ടുകളയുന്നു. ഈ വചനം നീ ഏറ്റെടു. നിനക്ക് ഒരു ബാധയും നിന്റെ കൂടാരത്തെ അടുക്കത്തില്ല, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല എന്ന് നിന്റെ ചെവിയിൽ പറയുന്നവൻ ഇന്ന് പറയുക. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് അവൻ തീയിലിട്ട് ചുട്ടുകളയുന്നു. ആ തീയാണ് ഇന്ന് ഇറങ്ങി വരാൻ പോകുന്നത്. നിന്റെ വീട്ടിന്റെ ഉള്ളറികളിൽ, സമാധാനമില്ലാതെ കഴിയുന്ന വീടുകളിൽ എന്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയുന്നവൻ ഇന്ന് ഇറങ്ങി വരിക. മക്കളെ ചൊല്ലി വ്യാകുലത്തോടെ വേദനയോടായിരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് മറുപടിയുമായി ഡാഡി ഇറങ്ങി വരികയാണ്. നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ ഉണക്കുന്നു, നിനക്കവൻ ധൈര്യം പകരുന്നു, നിനക്കവൻ ബലം പകരുന്നു, നിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. നിന്റെ നിனைവുകളെ അവൻ അറിയും. നിന്റെ നിனைവുകൾ അവൻ അറിയും. നിന്റെ നിனைവുകൾ അവൻ അറിയും. നിന്റെ നിனைവുകൾ ആരറിയും? നിന്റെ അപ്പ അറിയും. അവൻ നിனைവുകൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവൻ. യെസ്, എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടും. വെളിപ്പെടും, വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യെസ്, ഒരു പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇപ്പൊ മൂടുന്നു. അതായത് പ്രസൻസിലേക്ക് വരിക. തങ്കപ്പുറാവെ, പുറാ കണ്ണുള്ളവനെ, പുറാവെ, ചുമന്ന കാലുള്ള പുറാവെ, എന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്നേ.
മഹാസമാധാനമേ, ഇനി ഒരു നിമിഷം ഇറങ്ങി വരുമെങ്കിൽ എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാകും. തളരാതെ നിന്നോ, തളരാതെ നിന്നോ, എഴുതിച്ചു പോകയില്ല, എഴുതിച്ചു പോകയില്ല. തളരാതെ നിന്നോ, തളരാതെ നിന്നോ, എഴുതിച്ചു പോകയില്ല, എഴുതിച്ചു പോകയില്ല, എഴുതിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാകും. തളരാതെ നിന്നാൽ, തളരാതെ നിന്നാൽ, എഴുതിച്ചു പോകയില്ല, എഴുതിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, തളരാതെ നിന്നാൽ, എഴുതിച്ചു പോകയില്ല, എഴുതിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉള്ളതിനോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉള്ളതിനോ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാകും. തളരാതെ നിന്നാൽ, തളരാതെ നിന്നാൽ, എഴുതിച്ചു പോകയില്ല, എഴുതിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, എഴുതിച്ചു പോകയില്ല,
ആരോ ഏറ്റെടുക്കുന്നു. നീ ലജ്ജിച്ച് പോകത്തില്ല. പരാജയപ്പെട്ടവരുടെ ഇടയിൽ വെച്ച് പന്ത് ഉയർത്തുന്നവൻ, പരാജയപ്പെട്ടവരുടെ ഇടയിൽ മേജ ഒരുക്കുന്നവൻ, പരാജയപ്പെട്ടവരുടെ ഇടയിൽ വെച്ച് നിന്നെ പരാജയപ്പെടുത്തിയവരുടെ ഇടയിൽ വെച്ച്, നിന്ദിച്ചവരുടെ ഇടയിൽ വെച്ച്, കളിയാക്കി ചിരിച്ചവരുടെ ഇടയിൽ വെച്ച് നിനക്ക് വേണ്ടി സൗജന്യമായി ഒരു കൊമ്പിനെ ഉയർത്തുന്നവൻ മഹാദൈവമെന്ന് അറിയട്ടെ. അവൻ മഹാശക്തി എന്നറിയട്ടെ, മഹാശക്തി എന്നറിയട്ടെ. അവന്റെ രക്തത്തിലെ ശക്തി നിന്റെ തലമുറ അവന്റെ രക്തം നിനക്ക് വേണ്ടിയാണെങ്കിൽ, നിനക്ക് വേണ്ടിയാണെങ്കിൽ നിന്റെ കൃതികൾ എവിടെ ആയിരിക്കുന്നു അവിടെ വെളിപ്പെടുകയും നിനക്കൊരു വെളിപ്പാടുണ്ട്. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങൾ അവൻ തീയിലിട്ട് നിനക്ക് വിരോധമായി
ജീവിക്കാൻ വിടാതെ തകർക്കുന്ന പൂർണ്ണമേ, പച്ച പിടിപ്പിക്കുക എന്ന് പറയുന്ന പൂർണ്ണമേ, അവൻ വില്ലൊടിച്ച് കുരുക്കം മുറിച്ച് രഥങ്ങളെ തീരിട്ട് കളയുന്നു. ഏത് രഥങ്ങളെ? അന്യാരാധന ശക്തിയ രഥങ്ങളെ. നിന്റെ വീണ ചുറ്റിയവൻ, ഏവിശാല ചുറ്റിയവൻ അഗ്നിരഥങ്ങൾ. അവർ പട്ടണം വളയുമ്പോൾ, അവർ ശത്രുക്കൾ പട്ടണം വളയുമ്പോൾ നിന്റെ വീണ ചുറ്റി അഗ്നിരഥങ്ങൾ. കൈകളെ ഒന്നും കൂടെ ഉയർത്തിക്കൊണ്ട് ഇത് ഏറ്റെടുത്തവർക്ക് ദൂത് പറയുക. എല്ലാ പ്രതികൂലങ്ങളും എല്ലാ പ്രതികൂലങ്ങളും ഏറ്റെടുത്തവർ അവൻ സമ്മതിക്കത്തില്ല. അവനെ ആരാധിക്കുന്നവർ ലഭിച്ചു പോകുവാൻ അവൻ ഇതുവരെ സമ്മതിച്ചിട്ടേയില്ല. 2024 വർഷമായി അഭിഷേകത്തിൽ അവൻ അഭിഷേകം പകർന്ന് തന്റെ മക്കളെ ധൈര്യപ്പെടുത്തി പുസ്തകം വായിച്ച് ധ്യാനിച്ച് അവനെ മാത്രം സ്തുതിക്കുന്നവൻ പരാജയപ്പെടുന്ന ചരിത്രം കാണുന്നില്ല. എന്റെ പിതാക്കന്മാർ വിളിച്ച് ആരാധിച്ച ദൈവത്തെ ഞാനും ആരാധിക്കും. എന്റെ വീട്ടിലെ ഉള്ളവകളിൽ ഒരു കത്തലിന്റെ അറിവായി എനിക്കല്ല എന്റെ ശത്രുക്കളെ ജയിക്കും.
എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. മൈ ഡിയർ റൈറ്റ്നസ് ഫാദർ, യു ആർ മൈ മജസ്റ്റി അൽബിയാസ്തി. എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെ ഉള്ളിൽ കത്തലുണ്ടാകും. നിന്റെ ചിറക് കൊണ്ട് നീ ആരെ മൂടുന്നോ അവൻ ഭാഗ്യമാണ്. പരിശുദ്ധാത്മാവേ, നിന്റെ ചിറകിനെ വിട്ട് ഞങ്ങൾ പുറത്തു പോകുക. നീ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയില്ല. അങ്ങയുടെ ചിറകുകൾ ഞങ്ങളുടെ വീടുകളെ മൂടട്ടെ. ഞങ്ങളുടെ നിലവുകളെ അറിയട്ടെ. ഞങ്ങളുടെ ചിന്തകളെ അറിയട്ടെ. ഞങ്ങളുടെ ഉള്ളിൽ സമാധാനം പകരട്ടെ. ഞങ്ങളുടെ ചീട്ടുകൾ തുറച്ചു പോകട്ടെ.
തടസ്സങ്ങൾ മുറിവുകൾ ഉണങ്ങട്ടെ. ഊരുകൾ വെട്ടേറ്റ് വീഴുവാൻ നല്ല സമാധാനം സന്തോഷം എല്ലാവരെയും ഏൽപ്പിക്കണം യേശു നാമത്തിൽ തന്നെ. എല്ലാവരും ബൈബിൾ എടുക്കാം. 112 സങ്കീർത്തനം മോഹൻ ഭാഷകൾ വായിക്കും. നമുക്ക് പ്രതിവാക്യം വായിക്കാം. അദ്ദേഹം 10-15 മിനിറ്റ് അതിൽ നിന്ന് പ്രബോധിപ്പിക്കും. ഒരു 10 മിനിറ്റ് പ്രബോധിപ്പിക്കും എന്ന് യൂത്തിലെ മീറ്റിംഗ് ഉണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പിന്നെ ചെയ്യുവാനുണ്ട്. അതുകൊണ്ട് വളരെ ഭക്തിയാണ്. 12 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാവും, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും, വ്യാപാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. നിർബന്ധവാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്നു. അവൻ വാരി മുതൽ ദരിദ്രർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവർക്കും കാത്തിരിക്കാം. 112 സങ്കീർത്തനം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യാവസ്ഥയിൽ കിട്ടുന്ന കാര്യങ്ങളെ പറ്റിയാണ് സങ്കീർത്തനക്കാരൻ 10 കാര്യങ്ങൾ പറയുന്നത്. യഹോവയെ ഭയപ്പെടുക, അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ അവന്റെ കൽപ്പനകളിൽ യഹോവയെ ഭയപ്പെട്ട അവന്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ആരാണ്? ഭാഗ്യവാനാണ്. അപ്പൊ ഭാഗ്യാവസ്ഥയിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ നടക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഈ യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പന നടക്കുന്ന മനുഷ്യന് കിട്ടുന്ന ഭാഗ്യാവസ്ഥ എന്തൊക്കെയാണ്? 1, 2-ാം വാക്യം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്നവന്റെ സന്തതികള് ഭൂമിയില് ബലപ്പെട്ടിരിക്കും, അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കില്, സന്തതികൾ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കണമെങ്കില് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കണം. 2-ാമത് കിട്ടുന്ന അവന്റെ ഐശ്വര്യം. 3-ാം വാക്യം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്നവന്റെ വീട്ടിൽ എന്തുണ്ടാകും? ഐശ്വര്യവും സമ്പത്തും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഐശ്വര്യവും സമ്പത്തും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളില് നടക്കണം. ഹല്ലേലൂയ. സ്തോത്രം. കാരണം അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ആമേൻ. സ്തോത്രം. 4-ാം വാക്യം. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു, അവൻ കൃപയും കരുണയും നീതി ഉള്ളവനാകുന്നു. ആര്? യഹോവ. കൃപയും കരുണയും നീതിയും ഉള്ള ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിലേ നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കത്തുള്ളൂ. ഇരുട്ടിൽ വെളിച്ചം ഉദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരോടെ നടക്കണം, അവന്റെ വഴികളിൽ നടക്കണം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഇരുളിൽ വെളിച്ചം ഉദിക്കത്തുള്ളൂ. കാരണം നമ്മള് വെളിച്ചത്തിന്റെ മക്കളാകണമെന്നുണ്ടെങ്കിൽ യഹോവയെ ഭയപ്പെടണം, അവന്റെ മാർഗത്തിൽ സഞ്ചരിക്കണം, അവന്റെ വാക്കുകൾ കേൾക്കണം, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിലനിൽക്കണം, നേരോട് ജീവിതം നയിക്കണം. എങ്കിൽ മാത്രമേ ഇരുളിൽ വെളിച്ചം ഉദിക്കത്തുള്ളൂ. 5-ാം വാക്യം.
കൃപ തോന്നി വായ്പ കൊടുക്കുന്നത്. ഇവിടെ കൃപ തോന്നി വായ്പ കൊടുക്കണമെന്ന് പറയുന്നു. വായ്പ കൊടുക്കുന്നതിന് കൃപ തോന്നി വായ്പ കൊടുക്കുക എന്ന് വെച്ചാൽ സഹായം കൊടുക്കുക എന്നാണ് മീനിങ് ഉണ്ട്. അത് കൃപ തോന്നി വേണം കൊടുക്കേണ്ടത്. കാരണം വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അപ്പൊ വായ്പ കൊടുക്കുന്നവൻ, കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായി തന്നെ ഇരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. 6-ാം വാക്യം. യഹോവയെ ഭയപ്പെട്ട് അവന് വഴിയിൽ നടക്കുന്നവൻ ഒരു നാളും കുലുങ്ങി പോവുകയില്ല. അവൻ നീതിമാന്റെ ഓർമ്മയിൽ എന്നേക്കും ഇരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഒരു നാളും കുലുങ്ങി പോകാതെ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ, അവന്റെ മാർഗത്തിൽ സഞ്ചരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ 7-ാം വാക്യം എന്താ പറയുന്നത്? യഹോവയുടെ മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന ദുർവർത്തമാനം കേട്ട് ഭയപ്പെടുകയില്ല. ആൾക്കാർ അധികം പറഞ്ഞു, അത് കേട്ട് ഭയപ്പെടുകയില്ല. കാരണം അവൻ യഹോവയുടെ വഴിയിൽ നടക്കുന്നവൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനുമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. കാരണം അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്നതുകൊണ്ട് അവൻ ഭയപ്പെടുകയില്ലെന്ന്. ഈ ദുർവർത്തമാനങ്ങൾ കേട്ട് അവൻ പേടിക്കത്തില്ലെന്നേ. കാരണം അവൻ ദൈവഭക്തനാ, യഹോവയെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയെ ഭയപ്പെടുന്നവനാണ്. അവന്റെ ജീവിതത്തില് യഹോവയുടെ മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവനാണ്. അപ്പോൾ ദുർവർത്തമാനം നിമിത്തം അവൻ പേടിക്കത്തില്ല. ഹല്ലേലൂയ, കാരണം അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുക. നമ്മുടെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ദുർവർത്തമാനം നിമിത്തം നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ലെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. 8-ാം വാക്യം. യഹോവയെ ഭയപ്പെടുന്നവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുക. കാരണം അവന്റെ വഴിയിൽ, യഹോവയുടെ വഴിയിൽ നടക്കുന്നവനാണ്. അവൻ അന്ധകാര ശക്തികളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ തന്നെ യഹോവ അവനെ കാക്കും. ഹല്ലേലൂയ, സ്തോത്രം. കാരണം അവന്റെ കൽപ്പന അനുസരിച്ച് നടക്കുന്നവരെ യഹോവ കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും. ഹല്ലേലൂയ, ശത്രുക്കളെ ഭയപ്പെടുന്നവനല്ല, ശത്രുക്കളുടെ ആഗ്രഹങ്ങൾ അവൻ നിവർത്തിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം യഹോവയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, അവന്റെ മനുഷ്യൻ ഭാഗ്യവാനാണെന്നാണ് പറയുന്നത്. 9-ാം വാക്യം. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ സാധുക്കളെ സഹായിക്കുമെന്നേ, വാരി വിതറി കൊടുക്കുന്ന പറയുന്നത്. കാരണം യഹോവയെ ഭയപ്പെട്ട് അവന് മാർഗത്തിൽ നടക്കുന്നവൻ ഭാഗ്യവാനാണെങ്കിൽ അവൻ സാധുക്കളെ സഹായിക്കുന്നവനാണ്, മറ്റുള്ളവരെ കരുതുന്നവനാണ്, മറ്റുള്ള പ്രശ്നങ്ങളിൽ അവൻ സഹാനുഭൂതി ഉള്ളവനാണ്. അതുകൊണ്ട് അവന് വാരി വിതറി കൊടുക്കാൻ പറ്റുന്നത്. അല്ലെങ്ങനെ വാരി വിതറി കൊടുക്കാൻ പറ്റും? ആരിലും കൊടുക്കുമോ? ഇല്ല. കാരണം അവന്റെ ഹൃദയം യഹോവയെങ്കിൽ ഉറച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് കൊടുക്കുന്നത്. കാരണം അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ എപ്പോഴും ഉയർന്നിരിക്കും. കാരണം അവൻ സാധുക്കളെ സഹായിക്കുന്നവനാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ സാമ്പത്തികമായി സഹായിക്കും, ആത്മീയമായും എല്ലാ രീതിയിലും, സാമ്പത്തികം മാത്രമല്ല എല്ലാ രീതിയിലും അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. 10-ാം വാക്യം. ഇതെല്ലാം കണ്ട് ദുഷ്ടന്മാർക്ക് എന്ത് പറ്റും? വ്യസന വരിക. എടാ, അവൻ വാരി വിതറി കൊടുക്കുന്നു, അവന് സമാധാനമുണ്ട്, കൃപ തോന്നി അവൻ വായ്പ കൊടുക്കുന്നു, ഐശ്വര്യ സമ്പത്ത് അവന്റെ വീട്ടിലുണ്ട്, അവന്റെ സന്തതി ഭൂമിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവനെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും അവന് കിട്ടുന്നു. അതുകൊണ്ട് ദുഷ്ടൻ അത് കണ്ടങ്ങ് വ്യസനിക്കുകയാണ്. അവൻ പല്ല് കഴിച്ച് അവനങ്ങ് ദേഷ്യം പല്ലങ്ങ് കഴിക്കുകയാണ്.
അവന്റെ ആശ നശിച്ചു പോകും. അവൻ വിചാരി ഇവൻ യഹോവയുടെ വഴികളിൽ നടക്കുന്ന, യഹോവയെ ഭയപ്പെട്ട് നടക്കുന്ന ഇവൻ രക്ഷപ്പെടുകയില്ല ഇവന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ദുഷ്ടൻ ആശിക്കും, പക്ഷെ നടക്കുമോ? ഇല്ല. അതുകൊണ്ട് സംഗീതക്കാരൻ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അവന്റെ സന്തതി ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും. ഇരുട്ടിൽ അവന് വെളിച്ചമുണ്ടാകും. പ്രഭുവിന് ഞാൻ വായ്പ കൊടുക്കും. അവൻ ഒരു നാളും കുലുങ്ങി പോവുകയില്ല. പൂർവ്വത്വാനൊന്നും അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം ഭയപ്പെടാൻ സ്ഥലമായിരിക്കുന്നു. ഭാര്യ ദരിദ്രർക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് ദുഷ്ടന്മാർ അത് കണ്ട് പല്ലടിക്കും. അതുകൊണ്ട് യഹോവയെ ഭയപ്പെട്ടു അവന്റെ വഴിയിൽ നടക്കുന്ന മനുഷ്യനാകുവാൻ നമ്മളെ തന്നെ നമുക്ക് സ്വതന്ത്രം. യഹോവയെ ഭയപ്പെടുക, അവന്റെ കൽപ്പന അനുസരിക്കുക, അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിതം നയിക്കുക. അവർ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കത്തക്കോണം നമ്മളെ ഒരുക്കണമേ, കർത്താവ് ഒരുക്കണമേ എന്ന് ഇന്ന് പകൽ സമയം കർത്താവിന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തു. യഹോവയെ ഭയപ്പെട്ട് അവരെ നടന്ന വഴിയിൽ തന്നെ ജീവിക്കത്തക്കോണം അവരെ നമ്മൾ ഒരുക്കണമേ. യഹോവയെ എന്നെ വഴി കാണിക്കണമേ, അങ്ങയുടെ സാന്നിധ്യം തരണമേ. ഊരിന്റെ താഴുകൾ നടന്നാൽ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം വഴിയിൽ പോലും ആശ്വാസദായനായി ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നല്ല ഇടയനായി നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരുന്നത്. അങ്ങനെ പിന്തുടരണമെന്നുണ്ടെങ്കിൽ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴി അവന്റെ വഴിയിൽ നടക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദുഷ്ടന്മാർ അത് കണ്ട് വിഷമിക്കുകയും പതിയടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് കണ്ട് വിഷമിക്കുന്നവരായിട്ടില്ല. നമ്മുടെ മാർഗം യഹോവയുടെ മാർഗമാണ്. യഹോവ കർത്താവ് വരാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ട് ആ വഴികളിൽ നടക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് അവന്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഓടുന്നതെല്ലാം വൃദ്ധയാകും. അതുകൊണ്ട് അവന് സമ്പൂർണ്ണമായി അവന്റെ പാദപീഠത്തിലേക്ക് നമ്മൾ പകൽ കൊടുക്കുക. കർത്താവെ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. സമ്പൂർണ്ണമായി ഞങ്ങൾ അങ്ങനെ പാദപീഠത്തോട് കൊടുക്കുകയാണ്. അങ്ങനെ ഭയപ്പെട്ട നിങ്ങളെ വഴിയിൽ നടക്കുവാൻ എന്നെ ഒരുക്കണമേ. ദുഷ്ടൻ അതുകൊണ്ട് വിജയം എടുക്കരുത്. ദുഷ്ട മാർഗത്തിൽ പോകാനൊക്കെ തക്കവണ്ണം നമ്മളെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിന് കൃപ തരണമേ, ബലം തരണമേ, എനിക്ക് കൃപ തരണമേ കർത്താവേ, ശക്തി തരണമേ, ആരോഗ്യം തരണമേ, എല്ലാം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശനായി പോകുന്നവരായിട്ടല്ല, കർത്താവ് നാമത്തിൽ ജയമെടുക്കുന്നവരായി എല്ലാം തോൽവിയെ പറ്റി എനിക്ക് ചിന്തയില്ല. എന്റെ ചിന്ത യേശുവിന്റെ ജയം മാത്രം. അതുകൊണ്ട് ആ ജയം ജയിക്കുന്നവരായി, യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നവരായി, അവനെ ഭയപ്പെടുന്നവരായി, അവന്റെ വഴിയിൽ നടക്കുന്ന മനുഷ്യനായി നമ്മളെ തന്നെ ഇന്ന് പകൽ ഒരുക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്. ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, ദൈവമക്കൾ, ഏവർക്കും വേഗം വരുന്ന യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം ഇവിടെ നിൽക്കുന്നതും നിർമ്മൂലമാകാതിരിക്കുന്നതും അവന്റെ കൃപ കൊണ്ട് മാത്രം തന്നെ. എവിടെയെല്ലാം ആപത്ത്, എവിടെയെല്ലാം ചതി, വഞ്ചനകൾ, ഇവകളിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കുന്നത് ദൈവം. നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയത്തില്ല. സർവശക്തനായ ദൈവം മാത്രമേ അറിയിക്കുള്ളൂ. ലോകത്തിന്റെ പോക്കുകൾ, യുദ്ധ ഭീതികൾ, മനസ്സ് തകരുന്ന വാർത്തകൾ. കഴിഞ്ഞ ഒരു ദിവസം ഒരുത്തൻ ബൈബിളെ വലിച്ചു കീറിയേച്ച് ഇന്നലെ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ രാത്രി ഒരു 8 മണിയോട് കൂടെ ഭയങ്കര മഴയായി. ഇറങ്ങാൻ കയറി വരുമ്പോൾ ഒരാൾ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. അത് കേട്ടിച്ച് ഒരു മനുഷ്യൻ ഓടി എൻ്റെ അടുക്കൽ വന്നു. പാസ്റ്റർ, നിങ്ങൾ പാസ്റ്റർ? അതെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കമ്പം പാസ്റ്റർ, ഞാൻ എന്താ പ്രാർത്ഥിക്കാൻ? ഭയങ്കര ദുഃഖകരമായ കാര്യമാണ് എന്നുള്ളത്. ഞാൻ തിരുവനന്തപുരത്തിലേക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു. വേറെ ഓഫീസ് കാര്യമായി വന്നു. എൻ്റെ ബാഗിൽ പേഴ്സും മൊബൈലും ഇരുന്നു. ആരോ കീറിയതൊക്കെ ഒരു വിഷയകാരണ പോലും ഞങ്ങളുടെ രക്ഷ തെറ്റിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ ചോദിച്ചു, താങ്കൾക്ക് ശ്രദ്ധയില്ലാതെ കൊണ്ടല്ലേ ഇത് പറ്റിയത്? തന്റെ പേഴ്സും മൊബൈലും പോലും സൂക്ഷിക്കാൻ അറിയാത്ത താങ്കൾ എങ്ങനെ താങ്കളുടെ ആത്മാവിനെ സൂക്ഷിക്കും? ശരിയല്ലേ?
പുള്ളി അവിടെ നിന്നു പ്രയാസപ്പെട്ടു. പുള്ളി എന്നോട് പറഞ്ഞു വേദപുസ്തകം, പുള്ളി നായർ സമുദായത്തിൽ നിന്ന് കൺവേർട്ടായി വന്നെന്ന് എന്നോട് പറഞ്ഞു. എന്തോ ചെയ്തോ പുള്ളി കണ്ണുകൾ നിറഞ്ഞു. പുള്ളി പറഞ്ഞു വേദപുസ്തകം പറയുന്നില്ലേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല പേരും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾ തന്നിട്ടുണ്ട്. തന്നിട്ടില്ലേ? ആർക്കാ? ആർക്കാ? കർത്താവ്. നമുക്കില്ല കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കണോ? നമുക്കില്ല. അത് പൊതുവാർത്തയല്ല, അത് വൈരാഗ്യമുള്ളവരുടെ വാർത്ത. അത് നമുക്കെന്ന് പറയണമെങ്കിൽ നാം ആ വിധത്തിലാകുമ്പോഴേ അത് നമുക്കായി മാറുകയില്ല. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ പറഞ്ഞ വാക്കാണ്. ജനങ്ങൾ തെറ്റിത്തിരിഞ്ഞപ്പോൾ അദ്ദേഹം തീരുമാനം എടുത്തു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോ യഹോവയെ സേവിക്കണമെങ്കിൽ ഭക്തി ഉപദേശമാണ്, ചുമ്മാ സേവിക്കാൻ പറ്റത്തുള്ളൂ. നിന്റെ പ്രാർത്ഥന നല്ലതാ, കരച്ചിൽ നല്ലതാ, കയ്യടി നല്ലതാ, ചാട്ടം ഓട്ടവും നല്ലതാ, പ്രാർത്ഥന നല്ല, എല്ലാം നല്ലതാ. ചില നേരത്തെ അശുദ്ധികൾ കയറി ആ കാട്ടിൽ വരണമേ, വസിക്കണമേ, നിൽക്കണമേ. ഡാഡി വരുമോ? കറപെടാതെ സൂക്ഷിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒത്തിരി കാര്യങ്ങൾ. അവസാനത്തോളം നിലനിൽക്കുന്നവൻ, പിടിച്ചു നിൽക്കുന്നവൻ, കെട്ടുകഥകൾക്ക് ചെവി കൊടുക്കാത്തവൻ. അത് 1-ാം സംഗീതം എന്താ പഠിപ്പിക്കുന്നു? വായിച്ചു തരാമോ? എങ്ങനെ? യഹോവയുടെ ന്യായപ്രമാണം ചെയ്യണം, സന്തോഷിച്ച്. അല്ലാതെ ലേഖന ഭാഗ്യവാനാകാൻ പറ്റുമോ? സംഗീതം തുടക്കമേ ഈ വാക്കാണ്. എന്നാ 150 സംഗീതം വായിച്ചു നോക്ക്. ഗുണമ വായിക്കുന്നേ. അല്ലേ? അപ്പൊ ലാസ്റ്റ് വരുന്നവർക്കാണ് ഈ സ്തുതി വരുന്നത്. ഫസ്റ്റ് ഇത് ആരനുസരിക്കുന്നോ അവൻ പിന്നെ കറക്റ്റാ പോയാൽ മതി, ഇവിടെ വന്നെത്തും. ഇവിടെ വരുമ്പോ മൊത്തം സ്തുതിയാണ്. അവിടെ റിക്വസ്റ്റ് ഉണ്ടോ? എനിക്ക് അത് തരണേ, ഇത് തരണേ എന്ന്? നോ, തന്നു കഴിഞ്ഞു. നമ്മുടെ ആവശ്യങ്ങൾ അവൻ എന്ത് ചെയ്തു? തന്നു കഴിഞ്ഞു. തന്നു കഴിഞ്ഞു. ഇതിന് ചെയ്യാനുള്ളത് സംസാരങ്ങളെ കുറയ്ക്കുക, പ്രാർത്ഥനയെ കൂട്ടുക. നാം ഏത് വിഷയമായിക്കോട്ടെ, ലോകകാര്യമോ ആത്മീയകാര്യമല്ല, ലോകകാര്യമോ വീട്ടുകാര്യമോ നാട്ടുകാരുടെ കാര്യമോ, ഇത് സംസാരിക്കുമ്പോൾ അഭിഷേകമുള്ളവന്റെ അഭിഷേകം ചോർന്നു പോകും. എന്നാൽ യേശുവിനെ കുറിച്ച് പറഞ്ഞു നോക്ക്, അവന്റെ പ്രവൃത്തി പറ, അഭിഷേകം കൂടും. അവൻ നമുക്കറിയാം ഏത് എന്നാ സംസാരിക്കണമെന്ന്. പിശാചിന് അവസരം കൊടുക്കരുത്. നിന്റെ ക്ലാസ്സിൽ കൂടെ പാറ്റയും പല്ലും കയറിപ്പോയാൽ ശരി, ആ ക്ലാസ്സിന് 500 പ്രാവശ്യം കഴുകിയാലും കുടിക്കുമോ? 500 പ്രാവശ്യം കഴുകിയാലും നമുക്കൊരു വചനം എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം
അതിന്റെ 47-ാമത്തെ വചനത്തിൽ വെളിപ്പാട് പറയുന്നു. എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യരെന്ന് ഞാൻ കാണിച്ചു തരും. അവൻ പറയുന്നല്ല, ഞാൻ കാണിച്ചു തരും. എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം. ആരുടെ വചനം? കർത്താവിന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നീ ആരാകണമെന്ന് മക്കളെ ഒന്ന് ചിന്തിക്കും. നിങ്ങൾ മറ്റുള്ളവർ നോക്കിയാൽ ജീവിക്കാൻ പറ്റത്തില്ല, മറക്കരുത്. മറ്റുള്ളവർ നോക്കിയാൽ ജീവിക്കാൻ പറ്റത്തില്ല. സുരേഷ് പറയിച്ച അങ്ങോട്ട് നീങ്ങിയിരിക്കണേ. താങ്ക് യു. അപ്പൊ ദൈവം നിന്നെ ചിലർക്ക് തുല്യമാക്കും, ചിലരെ കൂടെ ഇരുത്തും, അവൻ നിന്നെ വഴി നടത്തും. അന്ത്യം വരെ നിന്നെ വഴി നടത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നീ ചിന്തിക്കൂ. അന്ത്യം വരെ നിന്നെ വഴി നടത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. വേറെ ആരെ കൊണ്ടും നടക്കുന്ന കാര്യം. പരാജയപ്പെട്ട മനുഷ്യൻ, ഞാൻ കേട്ടിട്ടുണ്ട്, പരാജയപ്പെട്ട മനുഷ്യൻ അവൻ ജീവിതം മുഴുവൻ പറയുന്നത് പരാജയത്തിന്റെ കഥയായിരിക്കും. കേട്ടിട്ടുണ്ടോ? തോറ്റവൻ പറയുന്ന എല്ലാം തോറ്റ കഥയായിരിക്കും. ലൂസിഫർ തോറ്റവനാ. ഒരിക്കൽ നമ്മുടെ ആ സമയം നമ്മുടെ അപ്പം ബിൽഡിംഗ് ചെയ്യും ഒരു ഭൂതങ്ങളായിരിക്കുമ്പോൾ ഞാൻ ഭൂതം ചോദിച്ചു, യേശുവിന്റെ തലയിൽ എവിടെയാ ചവിട്ടിയത്? ലൂസിഫർ ചോദിച്ചു. നീ യേശുവിന്റെ കഥ മാത്രം പറയണ്ട, വേറെ ഏത് കഥയും പറയാം. എനിക്ക് അവന്റെ കഥ പറയാനേ ഉള്ളൂ, വേറെ കഥ നിനക്കുണ്ടോ? ചെങ്കടലെ പിളർന്നവൻ ഇല്ലയോ, യോർദാനെ പിളർന്നവൻ, സർപ്പത്തെ തലയെ ചവിട്ടിയവൻ. ആരും ഉണ്ടോ? ജീവൻ ആരും ഉണ്ടോ? നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഞാന് പലപ്പോഴും ചിന്തിച്ചു, നമ്മുടെ ദൈവം ഭയങ്കരനാണ്. കള്ളന്റെ കയ്യിൽ ആരും പൈസ കൊടുത്തേക്കുവോ? കള്ളന്റെ കയ്യിൽ ആരും പൈസ കൊടുത്തേക്കുവോ? ആരും കൊടുക്കത്തില്ല. കാക്കയുടെ കയ്യിൽ അപ്പം കൊടുത്തേക്കുവോ? ഇറച്ചി കൊടുത്തേക്കുവോ? അവൻ പറഞ്ഞു ഏലിയാവോട്, എടാ നിനക്ക് അപ്പവും ഇറച്ചി തരുവാൻ ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. കാക്കയോട്. കാക്ക എവിടെയെല്ലാം പോയിരിക്കും. ആ കാക്ക പിടിച്ചു കൊണ്ടുവരിക ഏലിയാവിന് ഇറച്ചി. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി. കാക്കയിൽ കൂടെ ഇറച്ചി കൊടുക്കുന്ന ദൈവത്തെ ഞാൻ, കാക്കയിൽ കൂടെ അപ്പം കൊടുക്കുന്ന ദൈവത്തിനെ തിരിച്ചറിയുന്ന ഇവിടെ മനസ്സിലായില്ല. കടഭാരത്തോടെ ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാകും. കാക്കയിൽ കൂടെ ഇറച്ചി കൊടുത്തവൻ, കാക്കയിൽ കൂടെ അപ്പം കൊടുത്തവൻ നിന്റെ വഴികളെ തുറന്നെടുക്കും. എല്ലാ പ്രജീവോയം എല്ലാ പ്രജീവോയം
കൈ ശക്തിയായിട്ട് പാടാമോ? മോനെ, വാ. നിർത്താതെ പറയേ. തളരാതെ ശക്തി വരുന്നു. എല്ലാം പ്രതികൂലങ്ങളും മാറും. എല്ലാം പ്രതികൂലങ്ങളും യേശപ്പ തൊടുന്നതിനെ ഇപ്പോൾ അപ്പ തൊടുന്നു, പരിശുദ്ധാത്മ തൊടുന്നു. നിന്നെ പരിശുദ്ധാത്മ തൊടുന്നു. അവൻ എന്നോട് പറയുന്നു, നിന്നെ അവന് വേണമെന്ന് പറയുന്നു. അവന്റെ പുസ്തകം ചുമക്കാൻ, അവന്റെ പുസ്തകം ചുമക്കാൻ അവൻ നിന്നെ വേണമെന്ന് പറയുന്നു. അതിനകത്ത് മർമ്മങ്ങളെ ജനങ്ങൾക്ക് വിളമ്പി കൊടുക്കുവാൻ നിന്നെ അവന് വേണമെന്ന് പറയുന്നു. അവന്റെ രക്തം നിന്റെ കൈ തന്നയക്കുന്നു. നീ ആർക്കെല്ലാം അത് കൊടുക്കുന്നു, അവർക്കെല്ലാം സൗഖ്യം വരുന്നു. യെസ്, അത് എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാകമാറും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാകമാറും. തളരാതെ നിന്നാൽ വെട്ടിവിടെ ഓട്ടെ വെട്ടേ എന്റെ ശരീരത്തിൽ നിന്ന് പാമ്പിന്റെ ശക്തി ഞാൻ മുറിച്ചുവിടുന്നു. പാമ്പിന്റെ ശക്തിയെ മുറിച്ചുവിടുന്നു. ഇത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഇതിനെ തിരിച്ചു വെക്കുന്നു. അപ്പയുടെ വേലയ്ക്ക് വേണ്ടി തീ വിളമ്പുവാൻ, തീ വിളമ്പുവാൻ, അഗ്നി വിളമ്പുവാൻ, സഭയിലെ തീ വിളമ്പുവാൻ ഞങ്ങളുടെ കുരുന്നുകൾ എണ്ണിക്കട്ടെ. ആരോ ഏറ്റെടുക്കുന്നു. എന്റെ തലമുറകൾ എണ്ണിക്കട്ടെ. ഉടമരവയിടം ഇന്ത്യ മഹാദേശത്തിൽ ലോകത്തിന്റെ അവസാനത്തോളം യേശുവയുടെ തീയഭിഷ വിളമ്പുവാൻ ഞങ്ങളുടെ കുരുന്നുകൾ എത്തിക്കട്ടെ. ആരോ ഏറ്റെടുക്കുന്നു. അവരുടെ മക്കൾക്ക് മാത്രം ഏറ്റെടുക്കുന്ന മക്കളുടെ മേൽ ഉടമരവയിടം യേശു ഇറങ്ങുന്നു. യേശു ഇറങ്ങി വരുന്നു.
യേശു ഇറങ്ങി വരുന്നു. വെട്ടിവിടെ ഇവര് ആരെയും നമ്മൾ വെട്ടിവിടെ വെട്ടിവിടെ മുറിച്ചിവിടെ. The blood of Jesus, the blood of Jesus, the blood of Jesus, the fire of Jesus, fill fire, 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 Jesus fire, come out, come out.
What if you? Yeah. യേശുവാണ് ഒറ്റ വാക്ക് എന്റെ സമാധാനം. ഇത് അവനകത്ത് വരുന്നു. അവൻ ഓട്ടോമാറ്റിക്കാ അവന്റെ മകനെ മകളെ ഇപ്പൊ നിന്റെ വീട് ഫുള്ളായി ഏഞ്ചൽസാണ്. നീ എപ്പോ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം അല്ലെങ്കിൽ ഏലിയാവിന്റെ പുതപ്പ് എനിക്ക് വേണമെന്ന് പറയാം. ഇപ്പൊ ഞാനൊരു വെളിപ്പാട് പറയുക, ആണിപ്പാടുള്ള കൈ ഈ സിസ്റ്ററിന്റെ ഈ മോടെ തലയിൽ ഡാഡി പതിക്കൊന്ന് കൂട്ടിക്കും. എന്തായാലും അവളെ നിർമ്മിച്ചവൻ അവനല്ലേ, അന്നല്ലോ. ഈ ആണിപ്പാടുള്ള കൈ ഇപ്പൊ ഇവിടെ തലയിൽ യേശു വയ്ക്കുന്നു. എനിക്കറിയാം വയ്ക്കുമെന്ന്. അവള് പറന്ന് ഇവിടെ വരാൻ പോയ ഫ്രണ്ട് ഞാൻ കൽപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കും ആ സിസ്റ്റർ നോക്കി നിന്നില്ല. നോക്കിക്കോ, യേശു വരുന്നെങ്കിൽ ഞാൻ നടന്നില്ല. എന്റെ ഡാഡി വരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നടന്നില്ല. എനിക്ക് വേണ്ട. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം നിന്റെ ശത്രുക്കളെ നിന്നെ ബലവാനായി മാറ്റും. തകടികൾ വരട്ടെ, മന്ത്രവാദം വരട്ടെ, ജൈവനായി വരട്ടെ, പക്ഷെ അതിനകത്ത് നിന്നെ പിടിച്ച് കൈ പിടിച്ച് ഉയർത്ത ഒരു ദൈവം. നിങ്ങൾ ഓർക്കും നിങ്ങളുടെ തലമുറ നഷ്ടപ്പെട്ടു പോകുമെന്ന്. നോ, തലയിലെ ഒരു രോമം പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല എന്ന് പൗലോസോട് ദൂതനായിട്ട് പറഞ്ഞ ദൈവം ഇതിനകത്ത് ഉലാവിക്കൊണ്ടിരിക്കുക. ഇവിടെ ആരോ ഭയമടിക്കുന്നു. അവരുടെ വ്യാപരിക തീ അഭിഷേകം. എന്റെ ദുഃഖം എന്ന് മാറി യേശുവേ, എന്റെ വേദന എന്ന് മാറി യേശുവേ, എന്നെ നീ വിടുവിക്കണമേ. എന്റെ ആനന്ദം യേശു തരുകിറാ, എന്റെ ആനന്ദം യേശു തരുകിറാ.
துதிப்பேன் 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 கொண்டே இருப்பேன். துதிப்பேன் 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 கொண்டே இருப்பேன். ஹல்லேலூயா ஆனந்தமே, ஹல்லேலூயா ஆனந்தமே, ஹல்லேலூயா ஆனந்தமே, ஹல்லேலூயா ആനന്ദമേ. സിംഹത്തിൻ മേലും പാമ്പിൻ മേലും നടന്നേ ചെല്ലുവേൻ. ആരോ റിസീവ് ചെയ്യുന്നു? ഞാൻ സിംഹത്തിന്റെ മേലും പാമ്പിന്റെ മേലും ഞാൻ ചവിട്ടി നടക്കും. ഇത് ജയമടിക്കുന്ന കാലുകളിലേക്ക് ഒരു പുതിയ അഭിഷേകം. സുബിയെ വാങ്ങാമോ? സിംഹത്തിന്റെ മേലും പാമ്പിന്റെ മേലും ചവിട്ടി നടക്കുന്ന ഒരു പുതിയ അധികാരം ഞാൻ മനോജിന്റെ വൈഫ് കൈമാറുകയാണ്. ഒരു അഗ്നിജ്വാലനെ മൂടുന്നു. അവന്റെ തീയഭിഷേകം, അവന്റെ തീയഭിഷേകം നിന്റെ വീട്ടിന്റെ മേൽ, ഉള്ളറയുടെ മേൽ ജയമെടുക്കുന്നവർക്കായി. സിംഹത്തിന്മേലും പാമ്പിന്മേലും നടന്നേ ചെല്ലുവേ. സാത്താനിൻ സകല വലിമയെ വെല്ല അധികാരം എനക്കുണ്ടേ. മനസ്സിലായില്ല? ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം എനിക്ക് യേശു തന്നു കഴിഞ്ഞു. കാൽവറി കുരിശിൽ അവന്റെ രക്തം എന്നെ കൂടെ ഇറങ്ങി വരികയാണ്. എന്നെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, എനിക്കെതിരെ പോലുകളെ ചവിട്ടി അറിയുവാൻ ഒരു പുതിയ ശക്തി. യേശപ്പാ 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 യേശപ്പാ. പ്രാർത്ഥിക്കുന്നവൻ ഏത് മൂലയ്ക്ക് പോയിരുന്നാലും ആത്മാവിനെ തേടി വരും. എന്നുയും നീതാനേ, എൻ തുതിയും നീതാനേ, എന്നുയും നീതാനേ, എൻ തുതിയും നീതാനേ. எனக்காய் மரித்தீரே, உமக்காய் வாழ்வேனே. எனக்காய் மரித்தீரே, உமக்காய் வாழ்வேனே. நேசிக்கிறேன், உன்னை நேசிக்கிறேன், நேசிக்கிறேன், உன்னை நேசிக்கிறேன். ஏசப்பா ஏசப்பா ஏசப்பா, என் ജീവനേ എൻ ജീവനേ. എന്റെ കൈ ഒരാളെന്ന് പിടിക്കുന്നു. വെള്ള വസ്ത്രധാരിയായി, ഒരു സുഗന്ധം നിറഞ്ഞവനായി, മുഖശോഭ കൊണ്ട് നിറഞ്ഞവനായി, അഗ്നിജ്വാലയ്ക്കത് കണ്ടുള്ളവൻ എന്റെ കൈയെ പിടിക്കാൻ ഞാൻ കാണുന്നു. അവൻ എൻ വലങ്കരത്തിൽ എന്നെ പിടിച്ച് നടത്തുന്ന ദിനംതോറും, എൻ പ്രിയൻ എൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിരുന്ന ദിനംതോറും, ഡെയിലി എന്ത് നടത്തുമെന്ന അവന്റെ കയ്യെ പിടിച്ചു കൊണ്ടുവരിക. താങ്ക് യു ജീസസ്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും, തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും, തന്നുള്ള കയ്യിൽ വരച്ചവ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ള കയ്യിൽ വരച്ചവ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. അത്തര വൈഡല വൈഡല വൈഡാരി വര വൈഡല വൈഡല വൈ തുറവര വൈഡ വൈഡല വൈഡാരി വര വൈഡ വൈഡല വൈഡല
Thank you. ഇത് പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്നു. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഞാൻ പിന്നെ ക്ലിയർ ചെയ്യാൻ വരിക. നിങ്ങൾ വളരെ കറക്റ്റ് ഏറ്റെടുക്കുന്നവർക്ക് വിടുന്നില്ല, മാറ്റുന്നില്ല. അത് എന്താ എന്ന് ചോദിച്ചാൽ അതൊരു പ്രത്യേകത. പൗലോസ് 276 പേരുമായി കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്തിൽ അതാ കഥ പറഞ്ഞു, ഒരു പട്ടണത്തിൽ ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ ദേശം അവനെ ഓർത്തുകൊണ്ട് കഥ സൂക്ഷിക്കുക. ഒരു വീട്ടിൽ ഒരു പ്രാർത്ഥനക്കാരുണ്ടെങ്കിൽ മതി, ആ വീട് അവർ സൂക്ഷിച്ചു. ഞങ്ങൾ സമ്മതിച്ചു. ഉരുണ്ട് ഇവിടെ വരും. കയ്യെ പിടിച്ചവൻ ഭയങ്കര. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നീ പറഞ്ഞ വാക്കി ഞാൻ ഭ്രാന്തിയെ പോലെ എനിക്ക് ഒരു സമാധാനവും. എന്റെ മക്കൾ തന്നെ എനിക്ക് തലവേദന. എന്ന തീരുമാനം വരുത്തുമെന്നാണ്. അപ്പ അതിന്റെ കയ്യെ പിടിക്കുകയാണെങ്കിൽ അവന്റെ ഉദ്ദേശമുണ്ട്. അവന്റെ ഉദ്ദേശങ്ങൾക്കൊന്നും നഷ്ടമാകത്തില്ല. എന്റെ ഡാഡി ആയവളെ തൊട്ടാൽ അവൻ തൊട്ടിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ വരും, ഡാഡി ഇവിടെ കൊണ്ടുവരും. അങ്ങനെയാ പറഞ്ഞത്. ഞാൻ കൊണ്ടുവരുമ്പോഴായി പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹം, ദൈവത്തോട് ബന്ധമുള്ളത് ശ്രദ്ധിച്ചുകൊണ്ടേക്കും. ആരാധന ഞാനെ വിട്ടേക്ക് പാട്ട് പാടും. പാടാവുന്ന അറിയത്തൊന്നുമില്ല, മൂവി പാട്ടാണ്. കണ്ടു കാണാം. ആപ്പിൾ ഇരിക്കുന്ന കടയിൽ പോയപ്പോൾ ചെറിയ പീസ് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കാം. പേരയ്ക്കായ ഒന്നെ ഞങ്ങൾ വീട്ടിൽ പേരയ്ക്കായ ചവച്ചപ്പിന് അതിന് ഓർമ്മക്കുള്ള പേരയിലുണ്ടായി. ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അവന്റെ വസ്ത്രം തൊട്ടതേ ഉള്ളവൾ അവന്റെ വസ്ത്രം തൊട്ടവൾ വർത്തിക്കുന്നില്ല. അവനെ തൊട്ടവനവനോ സുജാതസ്മേ അവന്റെ വസ്ത്രത്തെ തൊട്ടവൾ വിറച്ചെങ്കിൽ അവനെ തൊട്ടാൽ എന്റെ അപ്പ നിന്റെ വസ്ത്രം തൊട്ടവൾക്ക് ഇങ്ങനെയാണെങ്കിൽ ൂടവാല ധീരവാല വൈഡവാല ധീരവാ വൈഡവാല ഞാൻ ആരെയും ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഡാഡി കാണിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. എനിക്ക് അത് വിഷയമല്ല. എനിക്ക് എന്റെ ഡാഡി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡാഡി സുജാനോട് പറയാൻ പറഞ്ഞത് എന്റെ വസ്ത്രം തൊട്ടവൾ, എന്റെ വസ്ത്രം തൊട്ടവൾ സൗഖ്യം പ്രാപിച്ച് കിലുകില വിറച്ചെങ്കിൽ എന്നെ തൊട്ടവൻ. അവൻ തൊടുന്നുണ്ട്. നീ അപ്പാട് ചോദിച്ച ഇന്ന് രാവിലെ അങ്ങനെയല്ലേ? അപ്പ നിന്നെ ഏൽപ്പിച്ച് ആരാധനയ്ക്ക് പോകുന്നു. എന്റെ മകന്റെ വിഷയം നിന്റെ കയ്യിൽ. ഞങ്ങളൊരു വണ്ടിയെ സൂക്ഷിക്കണം. അച്ഛൻ പലപ്പോഴും അങ്ങനെയാ, വണ്ടിയിൽ നിന്ന് വീഴുന്നു, അസ്വസ്ഥയുണ്ട്. ഇപ്പൊ എനിക്ക് ഒരു ഭയമുണ്ട്, എന്തെങ്കിലും വരുമോ നിൽക്കുമോ. ഡാഡി പറഞ്ഞ വാക്ക് ഞാൻ നിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നു, ഭയപ്പെടുന്നു. എന്റെ കയ്യെ പിടിക്കുന്നവൻ ഒന്ന് എണ്ണിക്കാമോ സഹോദരൻ? കൈവത്തെ നിനക്ക് വേണ്ടി ഞാൻ പാടുക. എണ്ണിക്കുന്ന എണ്ണിക്കാം, ഇരിക്കുന്ന ഇരിക്കാം, നിൽക്കുന്ന നിൽക്കാം.
ഫ്രണ്ടിൽ വരാം. ഒരു 15 മിനിറ്റ് നിർത്താനുണ്ട്. കാരണം ഇനി നിങ്ങളുടെ ടൈമാണ്. പക്ഷേ ഒരു കണ്ടീഷൻ, വേണ്ടാത്തവർക്കില്ല, വേണ്ടുന്നവർക്കുണ്ടാകും. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണ് പോകാതെ ദൂരത്ത് കാവേര. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണ് പോകാതെ ദൂരത്ത് കാവേര. ഉള്ളകാരത്തിലെന്നെ വരത്തിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. എന്റെ പ്രാണനായകനെ അപ്പൻ താലോലിക്കുന്നു എന്റെ നാഥൻ വഴി. അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്റെ നാഥൻ വഴി നടത്തും. അന്തല വൈഡല വൈഡല വൈഡാരി വല വൈഡല വൈഡല വൈഡ വല വൈഡ വൈഡല വൈഡാരി വല വൈഡ വൈഡല കൗഡല ബൗഡല രീ വല വൈഡ വൈഡല വൈഡല രീ വല വൈഡല വൈഡ രീ വല വൈഡ വൈഡല വൈഡ വൈഡല വൈഡം മാന ദൂര മാന രീ വല വൈഡല വൈഡല ഇസമ്പായ 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 വൈഡല വൈഡല രീ വല വൈഡല ദുരവര വൈഡല വൈഡല വൈ. ഓടാ വിട്ടേ, ഓടാ വിട്ടേ, ഗോ ഗോ ബാക്ക്. ഇവിടെ വീട്ടിൽ അല്ലെങ്കിൽ മരണമില്ലാതെ ലജ്ജിതരാതിരില്ല നിന്നിച്ചവരുടെ മധ്യയിൽ. മുഖം പാടില്ല ലജ്ജിതരാതിരില്ല നിന്നിച്ചവരുടെ മധ്യയിൽ. മറുകാരം ഒക്കെയും എൻ തല ഉയർത്തി നടത്തിടും മന്ധ്യമരേ. മറുകാരം ഒക്കെയും എൻ തല ഉയർത്തി ദുരവര വൈഡ വൈഡല വൈഡാരി വല വൈഡ വൈഡല കത്തല വൈഡല വൈഡല വൈഡ വൈഡം മാന ദൂരമാൻ വല വൈഡ വൈഡല വൈഡാരി വല വൈഡ വൈഡല യാദര ദീദര വൈഡല വൈഡ വൈഡല വൈഡല ദീ വല വൈഡ ദുരവര വൈഡ വൈഡല വൈഡാരി വല വൈഡ വൈഡല യേശുവേ 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 ശക്തി വേണം യേശപ്പ, ബലം വേണം യേശപ്പ, കൃപ വേണം യേശപ്പ, യേശപ്പ, യേശപ്പ. ശക്തി വേണം യേശപ്പ, ബലം വേണം യേശപ്പ, കൃപ വേണം യേശപ്പ, യേശപ്പ, യേശപ്പ. വൈഡം മാന ദൂര മാന വൈഡല 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 വൈഡല
കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ എന്നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ എന്ന നിറചീടം കാത്ത് കാത്തിരുന്നിടാൻ പ്രിയൻ വരവിനായി എന്ന നിറചീടം കാത്ത് കാത്തിരുന്നിടാൻ പ്രിയൻ വരവിനായി എന്ന നിറചീടം കാത്ത് കാത്തിരുന്നിടാൻ പ്രിയൻ വരവിനായി എന്നെ നന്നായി അറിയും എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനെ അമ്മ ഓമനിക്കുമ്പോൾ അമ്മ താലോലിക്കുമ്പോൾ എന്റെ നാഥൻ വഴി നടത്തും അമ്മ ഓമനിക്കുമ്പോൾ അമ്മ താലോലിക്കുമ്പോൾ എന്റെ നാഥൻ വഴി നടത്തും യേശുവേ 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 യഹോവേ എന്റെ വീട്ടിൽ വരും യേശുവേ 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 യഹോവേ വരും എന്റെ വീട്ടിൽ യേശുവേ വൈഡല വൈഡല ദീവല വൈഡല കൗഡല ബൗഡല ദീവല വൈ അന്തല വൈഡ വൈഡല വൈഡ ദീവല വൈഡ വൈഡ കൗഡല ബൗഡല ദീവല വൈഡല ദീവല വൈഡല 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 വൈഡ ദീവല വൈഡ ദീവല വൈഡല ദാദല ദീവല വൈഡല വൈഡല ദീവല വൈഡല 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 പോകുന്നവർക്ക് പോകാം, നിൽക്കുന്നവർക്ക് നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഇന്ന് നിന്റെ അകത്ത് എന്തോ സംഭവിക്കുന്ന ഡാഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പിന്നെയും വരികയാണ്. അതിന്റെ 46 മുതൽ ഒരാൾ വായിച്ചു തരണം. ശുദ്ധസലാറബ ആന്റി വായിക്കണ്ട, മേഴ്സി വായിക്കും. യെസ്, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അല്ല 46-ാമത്തെ വചനമാണ്. യെസ്, ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് വായിക്കും. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്. കർത്താവ് പറയുന്നത് ചെയ്യണം അങ്ങോട്ട്. നിങ്ങൾ എന്നെ 46 വായിക്കുന്നത് ലൂക്കോസ് 6 കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതല്ല. അവിടെയാണ് വിഷയം. വിളി മാത്രം കൊണ്ട് ചെയ്യുന്നില്ല. വിളി മാത്രം കൊണ്ട് ചെയ്യാത്തവന്റെ വിഷയം കഥ വരുമോ? ഞാൻ വന്നോളാം, നിന്നോളാം, ഇരുന്നോളാം എല്ലാം പറയും. എന്റെ അടുക്കൽ എന്റെ അടുക്കൽ വന്നേ എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്നാണ് ഞാൻ കാണിച്ചത്. അപ്പൊ സംസാരമല്ല, പ്രവൃത്തിയാണ് യേശു ഉദ്ദേശിക്കുന്നത്. ലേഖ സിസ്റ്ററെ, സംസാരമല്ല പ്രവൃത്തിയാണ് യേശു ഉദ്ദേശിക്കുന്നത്. അഗ്നി കൈ നിന്റെ തലയിൽ പതിയുന്നു. ഇതാരോട് പറഞ്ഞാൽ ലേഖയോടാ പറയുന്നത്, സുരേഷ് പ്രഭുവിന്റെ വൈഫോട്. കാരണം നിന്റെ തലയിൽ കൈവയ്ക്കുമ്പോൾ നിന്റെ 2 ആമക്കളുടെ തലയിലും അവിടെ തീ ഇറങ്ങും. ഇപ്പൊ ഞാൻ തിരിച്ചറിയും. നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ഡാഡി തൊട്ടു. അഗ്നി കൈ എന്ന് പറയുന്നത് അവന്റെ കൈയേ ഉള്ളൂ. അവൻ അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. അല്ല, കുഴപ്പമൊന്നുമില്ല. അവിടെ തല അതിൽ ഇടിച്ചത് യേശുവിന്റെ കയ്യിലോട്ടാ. ഡാഡി കൈ അവിടെ പതിഞ്ഞിട്ടുണ്ട്. നിനക്ക് കിടക്കാനും പറ്റത്തില്ല. നീ ഇപ്പൊ അവിടെ നിന്ന് എണ്ണിക്കൂ. കാരണം നിന്റെ തലയിൽ പതിഞ്ഞിരിക്കുന്ന തീ നീ പ്രസവിച്ച 2 മക്കളുടെ മേലിടാ. അത് വെള്ളിയാഴ്ച തുടങ്ങിയതാ. വെള്ളിയാഴ്ച ഇവിടുത്തെ പ്രാർത്ഥന വെച്ചപ്പോഴേ കർത്താവ് നിന്റെ വീട് സ്വന്തമാക്കി.
അവൻ തീർമാനം എടുത്ത് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന്. ആ തീർമാനം തീർമാനം. Go back. Yes. നിന്റെ മകനെ ഭ്രാന്തൻ എന്ന് വിളിച്ചവന്റെ മുൻപിൽ നീ ഭ്രാന്തിയെ പോലായില്ല എന്ന് കേട്ടപ്പോൾ അപ്പൊ ലോഹേന അവനെ ഭ്രാന്തൻ വിളിച്ചു. ഇവന് ഭ്രാന്തി എന്ന് മാറുമെന്ന് എന്നോട് നീ പറയുന്നത് യേശുവാണല്ലേ ചോദിച്ചത്. അപ്പ വന്നതിന്റെ വീട്ടിൽ അപ്പടി ലഹിയോൻ ബാധിച്ചവൻ നടന്നു വരുമ്പോൾ അവൻ എതിരേൽക്കുകയാണ്. നിങ്ങളുടെ വീടുകളിൽ അവൻ എതിരേൽച്ച് വരികയാണ്. സുജാ സിസ്റ്ററെ പ്രാർത്ഥിക്കണം. ചൊവ്വാഴ്ച ഒരുത്തൻ നിനക്ക് വേണ്ടി എതിരായി. ഞാനിത് പറയാൻ വന്നതല്ല, ഡാഡി കാണിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. സുജായോട് പറയുന്നത് നിന്റെ മകൻ എക്സാം എഴുതുന്നു എന്ന് അവർക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ഒരുത്തൻ നിന്റെ മകന് വേണ്ടി ഒരു മെഴുകുതിരിയുമായിട്ട് പിടിച്ചു ഉയർത്തുന്ന അനുഭവം കാണുന്നു. നീ വലത് കൈ ഉയർത്തി പിടിച്ചാൽ അവന്റെ കൈ ഇപ്പൊ ഞാൻ വെട്ടിയിടും. വെട്ടി அப்படி സുഖത്തറാനവാദി കാലാനവി റോക്ക സലാലവേ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ തലമുറ മേൽ എവരെ കൈനീട്ടിയാൽ അവനെ കൈകി വെട്ടണം. പ്രാർത്ഥിച്ച് മക്കളുള്ളത് മാത്രം ഏറ്റെടു. നിന്റെ തലമുറവിൽ കൈവച്ചവന്റെ കൈയെ യേശു ഉടയ്ക്കുമെന്ന്. പ്രതികാരത്തിന്റെ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ ആരാ പ്രതികൂലം? അവർ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. ദൂത് പാസാക്കുന്നു. നിന്റെ ശത്രുക്കൾ ഒരു വഴിയായി വരും, അവർ 7 വഴിയായി ഓടിപ്പോകും. ശക്തി ജയം. ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. ആര് റെഡി? വെട്ടിയാൻ റെഡിയാണോ? എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹിക്കപ്പെടും.
തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുന്നില്ല. ആവശ്യങ്ങൾ ഒന്നുമേ മുടങ്ങിയില്ല. എന്റെ വീട്ടിൽ ആവശ്യങ്ങൾ ഒന്നുമേ മുടങ്ങിയില്ല. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. അത്തല വൈഡല വൈഡല വൈഡാരി വല വൈഡല വൈഡല വൈഡ സൗദര വൗഡാരി വല വൈഡ വൈഡല വൈഡ വൈഡല ചാദര ദീദര വൈഡല വൈഡ ദുരവര വൈഡല വൈഡല വൈഡ ദീവര വൈഡ വൈഡല വൈഡ ദീവര വൈഡ വൈഡല വൈഡമാന ദുരവന ദീനമാന ദീനമ യേസമാ 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 വൈഡമാന ദുരവന ദീനമാന ദീനമ ദുരവന ദീനമാന വൈഡമാന വൈഡമ സൗദര വൗഡല ദീവര വൈഡല ദുരവര വൈഡല വൈഡല വൈഡ ദീവര വൈഡ വൈഡല വൈഡ ദീവര വൈഡ ദാവീദ് ഇങ്ങനെ പാട്ട് പാടും അന്യഭാഷ ആരാധിക്കും. പാട്ട് പാടും അന്യഭാഷ ആരാധിക്കും. ഡാഡി ഏറ്റെടുത്തു. ഇത് ഏറ്റെടുത്തവന്റെ വീട്ടിൽ ചെണ്ട് കയറി. മോനെ വീട്ടിൽ പോയി ഇനി വയലന്റ് ആയാൽ ഞാൻ നിന്റെ വീട്ടിൽ ഒന്ന് ഒരാഴ്ച താമസിക്കും. പിന്നെ ഞാൻ നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. അത് ഉറപ്പാണ്. ഞാൻ തീരുമാനം എടുത്തല്ലോ. നീ ഇനി അവിടെ വയലന്റ് ആയാൽ ഞാൻ നേരെ നിന്റെ വീട്ടിൽ വരും. മോന് റൂമില്ലേ അവിടെ? ആ നമ്മളുടെ ഒരു റൂമില്ല. ഒരാഴ്ച അപ്പൊ എന്തായിരിക്കും? ഒരു രസമായിരിക്കുമല്ലോ ഇല്ലയോ? അങ്ങനെയല്ലേ? എങ്ങനെയായിരിക്കും? നീ കൂടെ വരുന്നോ? ആ നമുക്കെല്ലാം പോവാം. ഒന്ന് ബൈബിളെ കീറി വെച്ച് പറഞ്ഞു, നിന്നെ കൊല്ലും, നിന്റെ അമ്മയെ കൊല്ലും, നിന്റെ പാസ്റ്ററെ ഞാൻ ഇപ്പൊ പുറത്തു വന്നു. അവൻ ഇങ്ങനെ നേരെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്ന് കാണാമായിരുന്നു. ഒരു തുരുക്ക മന്ത്രവാദി എന്നോട് പറഞ്ഞു, നിന്നെ കാണിച്ചു തരാമെന്ന്. അന്ന് രാത്രി അവൻ കണ്ടു. യഹോവയുടെ വായിന്ന് തീ വന്നാൽ യഹോവയുടെ വായിന്ന് യഹോവയുടെ വായിന്ന് തീ വന്നാൽ ബെറ്റിയാൻറ്റി, നിന്റെ മകളുടെ കയ്യിൽ നിന്ന് നിന്റെ മരുമകനെ എടുക്കണം. അവൻ പെന്തക്കോസിൽ പോകരുത്. അവൻ പെൺകുട്ടിയെയും കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിൽ പോയി മാമോദിസ മുക്കണം. അതിനു വേണ്ടിയാണ് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ കുഞ്ഞ് കരച്ചിൽ നിർത്തും? പിന്നെ എങ്ങനെ പ്രയാസം വരാതിരിക്കും? നിന്റെ വലത് കാലിൽ കൂടെ എന്തോ ഒന്ന് അഴിഞ്ഞിറങ്ങുന്നു. ഇപ്പോൾ അതിന് വാങ്ങിക്കാം. നിന്റെ വലത് കാലിൽ കൂടെ എന്തോ ഒന്ന് UK നടക്കുന്ന കഥ ഇവിടെ കാണിക്കുക. നിന്റെ വലത് കാലിൽ കൂടെ എന്തോ അഴിഞ്ഞിറങ്ങുന്നു. എന്റെ ഡാഡി തൊട്ടാൽ നീ ഇവിടെ നിൽക്കുമോന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. നീ നിൽക്കുമോ അവിടെ? ആ
നമ്മുടെ പരിശുദ്ധാത്മാവുണ്ടല്ലോ മിനിസ്റ്ററേ, നമ്മുടെ പരിശുദ്ധാത്മാവുണ്ടല്ലോ, നാളുകളെ എണ്ണും. 38 വർഷക്കാരൻ കുളക്കരയിൽ കാത്തു കിടന്നപ്പോൾ അവനെ തേടി ദൂതനല്ല വന്നത്, തുറിയനാ വന്നത്. കുറെ നാളുകളായി ബസ്സിലിരുന്നു കൊണ്ടാണ് ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഞാൻ ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം, ഞാൻ ഇനി എങ്ങനെയാ നീങ്ങണം അപ്പാ, എന്റെ ഈ കടഭാരം നിന്ന് നീ എപ്പ മാറ്റിത്തരുമെന്ന് ചോദിക്കുന്ന മിനി സിസ്റ്ററെ, ഒരു തീ നിന്റെ ഉച്ചന്തലയിൽ ഇറങ്ങി വരും. അത് നിന്റെ ഉച്ചിന്റെ അകത്തോട്ട് ഉരുകി ഇറങ്ങി നിന്റെ ഹൃദയത്തിൽ ഇറങ്ങി ഒരു വാക്ക് നിന്നോട് പറയും. യെസ്, പറയും, പച്ചവെള്ളം വീഞ്ഞാക്കിയവൻ ഞാൻ തന്നെയാ. നിന്റെ വിശ്വാസം ഉറച്ചു നിൽക്കുക. എന്റെ മേൽ വിശ്വാസം ഉറച്ച്, എങ്ങനെ ഉറച്ച്, പാറ പോലെ. അത് ഉറപ്പ പിടി. ഇതാ നിന്റെ വായിന്ന് തീ വരുന്നു, തീ വരുന്നു. യെസ്, വരുന്നു വരുന്നു വരുന്നു. അവൻ അടങ്ങത്തില്ല. അവൻ നടക്കുന്ന ഒച്ച ഞാൻ കേൾക്കുന്നു. ഏതേൻ തോട്ടത്തിൽ കേട്ട അതേ ഒച്ച ഇവിടെ. എൻ മുഖം പാടില്ല, ലജ്ജിതരായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യയിൽ വരും കാലം ഒക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യവരെ. ഏറ്റെടുത്തോൾ മാത്രം ഉയർത്തി. എൻ മുഖം പാടില്ല, ലജ്ജിതരായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യയിൽ വരും കാലം ഒക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യവരെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനെ. അമ്മ ഓമനിക്കുമ്പോൾ, അമ്മൻ താലോലിക്കുമ്പോൾ എന്റെ ലീവാ സിസ്റ്റർ ഓടി കൊണ്ടിവ. അമ്മ ഓമനിക്കുമ്പോൾ, അമ്മൻ താലോലിക്കുമ്പോൾ എന്റെ നാഥൻ വഴി നടത്തും. എൻ നാഥൻ വരവിൽ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. എന്നെ നിറച്ചിടാം, കാത്ത് കാത്തിരുന്നിടാം പ്രിയൻ വരവിനായി. ൂടല വൈടല വൈടല വൈടാ ഈവല വൈടല വൈടല വൈ ഈവല വൈടാ ഈവല വൈടാ വൈടല വൈ ദാദര ദീദര വൈടല വൈടാ ദുരവര വൈടല വൈടല വൈ ൂടല വൈടാ വൈടല വൈടാ ഈവല വൈടാ വൈടല വൈ വൈടം മാനാ ദൂരവാനാ ഈവല വൈ വൈടല വൈടാ ഈവല വൈടാ വൈടല വൈടാ വൈടല വൈടാ ൂടം തൈരം തീരം പാലം ദുരവര വൈടല വൈടല വൈ ഈശപ്പായ. ചില വീട്ടിൽ മന്ത്ര തകടുകൾ എരിയുന്നപ്പോൾ, കൈപ്പ് ഈർത്ത ഭിന്നതകൾ കുറയുന്നപ്പോൾ യേശു സമാധാനപ്രഭു ഇറങ്ങി വരുന്നു. നിങ്ങൾ പാത്രങ്ങളെ വലിച്ചു വാരി എറിഞ്ഞ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നപ്പോൾ യേശുവേ 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 യേശുവേ. ഫയർ. കാട് വെട്ടി കടല് വെട്ടി വെട്ടി അകത്ത് തീ
വെട്ടിവിടെ, വെട്ടിവിടെ. പോടാ പോടാ, പോ പോ, പോയുള്ള വിട്ട്, വീടാ വിട്ട്, ഭർത്താവ് വിട്ട്, മകൾ തള്ളയെ കൊല്ല്, തള്ളയെ കൊല്ല്. ഇവിടെ ഭർത്താവും ഇവിടെ വന്ന് ആരാധിക്കണം. ഊടല വൈടല 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 റീവല വൈടല 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 വൈടല. മോളെ, ഇനി ഫോണെടുത്ത് സംസാരിക്കാൻ പോലും അവന്റെ നാക്കിന് പൊങ്ങത്തില്ല. ഞാൻ പറയണം ഇനി പൊങ്ങണമെങ്കിൽ. ഏലിയാവ് പറയണം, ഏലിയാവ് പറയണം, മോശ പറയണം, പത്രോസ് പറയണം, പൗലോസ് പറയണം. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞുമഴയും പെയ്യുകയില്ല. ഇന്നൊരു ദൂത സഭയ്ക്ക് തരാം. നിങ്ങൾ കനസാലികളായിരിക്കണം. കനസാലികൾ, കനസാലികൾ ചിലത് പിടിച്ച് കീഴടക്കുന്നു. കനസാലികൾ ചിലത് പിടിച്ച് കീഴടക്കുന്നു. വാങ്ങാമോ? നീ പറഞ്ഞില്ല ഏസഭ ഇന്ന് സ്വന്തം വീട് തരാമെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്നൊന്നും അനുഭവിക്കേണ്ട ആവശ്യം വരത്തില്ല. അതിനടിസ്ഥാനം വിടുമെന്ന് പറയുന്നവർ. The name of Jesus right now. So can you ask me Larava? The blood of Jesus. എല്ലാ കൈകളും ഒന്ന് ഉയർന്നിരിക്കട്ടെ. ഒരു കൊട്ടിയ കാറ്റ് നിന്റെ കയ്യിലൊന്ന് അടിക്കും. ഒരു കൊട്ടിയ തീ നിന്റെ മേൽ വന്ന് അടിക്കും. അത് അണലികളെ ജയിക്കുവാൻ. എങ്ങനെ? അണലികളെ ജയിക്കുവാൻ. എങ്ങനെ? അണലികളെ ജയിക്കുവാൻ. പിതാവിന്റെയും ആരോ ഏറ്റെടുക്കുന്നു, പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സഭയുടെ തലമുറകളെ പിടിച്ചത് പാമ്പ് അറുത്തിറങ്ങിയ വന്ദനം യേശുവരാ. എന്തിനാ? വെട്ടിയതിനായി, എന്റെ ശത്രു വെട്ടിയതിനായി. സങ്കടപാട്. വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിൽ നാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിൽ നാമത്തിനാദരവായി. വീടുകളെ തകർത്ത്, തലമുറയെ തകർത്ത്, വരുമാനം തകർത്ത്, സമാധാനം തകർക്കുന്ന പോരുകളെ സഭയിൽ നിന്ന് വെട്ടിമാറ്റി കുടുംബങ്ങളിൽ സമാധാനം, സന്തോഷം, അനുഗ്രഹം, വെളിപ്പാട്, ദർശനം ശക്തിയോടെ നീങ്ങുവാൻ. വന്ദനം യേശുവരാ, നിനക്കെന്നു വന്ദനം യേശുവരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിൽ നാമത്തിനാദരവാ. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. യാത്രയിൽ അനുഗ്രഹിക്കപ്പെടും, വരവിൽ അനുഗ്രഹിക്കപ്പെടും, ഇരിപ്പിൽ അനുഗ്രഹിക്കപ്പെടും, കിടക്കയിൽ അനുഗ്രഹിക്കപ്പെടും. കാരണം വിളിച്ചവൻ വിശ്വസ്തനാണ്. കാരണം കൂടെ നിൽക്കുന്ന വലിയവനാ. അവന്റെ പ്രവൃത്തി ഭയങ്കരമാണ്. അവൻ ഭയങ്കരനായതുകൊണ്ട് അവൻ ഭയങ്കര കാര്യങ്ങൾ ചെയ്യും. താങ്ക് യു ജീസസ്. സമയം പോയി.
അതിന്റെ അടുത്ത ലൈൻ കൂടെ വായിച്ച് നമുക്ക് നിർത്താം. കാരണം ഇന്ന് സാക്ഷികൾ ഇരിപ്പുണ്ട് കുറച്ച് പേര്, വേഗത്തിൽ പറയേണ്ടതിന്. അതിന്റെ ഷിക്കെ അസ്മി ഹലാരിബി സബക്കാര ബോർഡൽ ഈസപ്പ 8:42 വായിക്കാമോ? പാറമേൽ അടിസ്ഥാനമിട്ട്. ഓക്കെ, കണ്ടോ, വെള്ളപ്പൊക്കം ഉണ്ടായിട്ടും കണ്ടോ, ഒഴുക്ക് വീട്ടിൽ അടിക്കും കേട്ടോ. പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, പക്ഷെ ഇതിനെ ഒന്ന് ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അവരെ അതൊക്കെ വരും, വരത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നു, എന്താ, പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവന് മനുഷ്യനോട് തുല്യൻ. വെള്ളപ്പൊക്കം അതിന്റെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന പറഞ്ഞിരിക്കുന്നത്. ഒഴുക്ക് വീടിനോട്, കാരണം വീട് അവന് കുടുംബജീവിതത്തെ അടിക്കും. എന്നാൽ അത് നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, നല്ലവണ്ണം അഭിഷേകം ഉള്ളത് കൊണ്ട്, നല്ലവണ്ണം ദർശനം ഉള്ളത് കൊണ്ട്, ആരാധനയുള്ളത് കൊണ്ട് അത് ഇളകിപ്പോയില്ല. ആരാ ജയമെടുത്തത്? അത് ഇളകിപ്പോയില്ല. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും അനുസരിക്കാത്തവൻ അടിസ്ഥാനം കൂടാതെ മണ്ണിന് മേൽ വീട് പണിത്, കാരണം അവന് ഭക്തനെ പോലെ തന്നെ കാണിച്ചു തോന്നും, പക്ഷെ അവനോട് യേശു കാണുകയില്ല. കൈകൾ ഉയർത്തിക്കൊണ്ട് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശു എനിക്കായി ചെയ്തൊരു നന്മയ്ക്ക് എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്ക് എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും നന്ദിയോടെ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്ക് എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്ക് എന്നും. അടിസ്ഥാനം കൂടാതെ മണൽമേൽ വീട് പണിത മനുഷ്യനെ പോലെ അവൻ തുല്യമാകും. ഒഴുക്കടിച്ചു ഉടനെ, 6 മാസം കഴിഞ്ഞ ഉടനെ അത് വീഴുന്നു. ആ വീട്ടിനെ വീഴ്ച വലുതായിരിക്കും. യഥാർത്ഥ മാനസാന്തരപ്പെട്, യഥാർത്ഥ രൂപാന്തരപ്പെട്, വചനപ്രകാരം ജീവിക്കൂ. നിന്റെ കാര്യം മാത്രം നോക്ക്, ദൈവത്തെ വിളി, പോയിക്കൊണ്ടേയിരു. പരിശുദ്ധാത്മാവെ, നീ ചെയ്തെടുത്ത എല്ലാ അത്ഭുതങ്ങൾക്കായി, പ്രവൃത്തിക്കായി, നിന്റെ ശക്തിക്കായി, നിന്റെ കൃപയ്ക്കായി, നീ ചെയ്യുന്ന ഓരോ വിഷയങ്ങൾക്കായി നല്ല സമാധാനം ഉണ്ടാകട്ടെ, നല്ല സന്തോഷം ഉണ്ടാകട്ടെ, നല്ല വിടുതലുണ്ടാകട്ടെ. തടസ്സമെല്ലാം മാറട്ടെ, പ്രയാസമെല്ലാം മാറട്ടെ, ബുദ്ധിമുട്ടെല്ലാം മാറട്ടെ, ഭാരം, ദുഃഖം, നിരാശ എല്ലാം മാറട്ടെ. കർത്താവിന് ആദ്യമായി കടന്ന കുടുംബങ്ങൾ, വള്ളിക്കോടിലെ അഭർത്താൻകൾ എല്ലാവരും ഏൽപ്പിക്കുന്നു. പിന്നെ അലപ്പുഴ എന്ന ഫാമിലി എല്ലാവരും സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരും വിടിവിച്ചു. സാക്ഷ്യം പറഞ്ഞവർക്കായി സ്തോത്രം, എല്ലാവർക്കായി സ്തോത്രം. നാം എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഓർത്ത വിഷയങ്ങളോർത്ത് ശക്തിയോടെ ഇപ്പോൾ താങ്ക് യു ജീസസ്. അച്ഛാ പ്രാർത്ഥി. കടന്ന സമയത്ത് ഞങ്ങൾ സൂക്ഷിച്ച പരിപാലിച്ച നടത്തിയ എല്ലാ സ്നേഹത്തിനും ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാർത്തന കർത്താവെ, പറ്റണം കർത്താവ് തന്നനായി ഞാൻ സ്തുതിക്കുന്നു.
അവിടുത്തെ വലിയ വിടുതലിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഇന്ന് പൽക്കാലം കൂടെ ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്ര കർത്താവ്. ഇന്ന് പൽക്കാലം ആദ്യമായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളെ അനുഗ്രഹിച്ചയക്കുന്നതിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ്. പൽക്കാലം സകലവും ചന്തവും ഉചിതമായി ചെറുപ്പാന്തപ്പുന്ന കർത്താവ്. ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്ര കർത്താവ്. പ്രാർത്ഥിക്കാൻ ബലപ്പെട്ട എല്ലാ സ്നേഹത്തിനായി സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾക്ക് കടന്നു പോകുന്ന കർത്താവെ പ്രിയപ്പെട്ട സ്ഥാനത്തെ കൂടെ ഇട്ടുമാറാകണമേ. 15 കാലം ജീവിതം നന്മന്മാരാണെന്ന് രക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പോക്കുകളൊക്കെ കർത്താവിന്റെ കൂടെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. രോഗത്തിൽ ഭാരതത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ പൂർണ്ണ സൗഖ്യം കൊടുക്കുമാറാകണമെന്ന് രക്ഷിക്കുന്ന കർത്താവെ. 15 കാലം കർത്താവ് ഞങ്ങൾ ഉപവാസത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. പിന്നെ മെസ്സ മുമ്പിലുണ്ടല്ല കർത്താവെ. എല്ലാം ദൈവമേ അവിടെ നാമത്തിന്റെ മക്കളുടെ വിടുതലുമായി തീർത്ത് കർത്താവെ. സ്തോത്രം. അവനെ ബലപ്പെടുത്തുമാറാകണം, ശക്തീകരിക്കുമാറാകണമേ, അനുഗ്രഹിച്ച് പറഞ്ഞേക്കുമാറാണെന്ന് രക്ഷിക്കുന്ന കർത്താവെ. കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. എല്ലാ കൃപകൾക്കാരും നമ്മൾ സ്തുതിക്കുന്നത്. യാത്രയിൽ കൂടി ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്ര കർത്താവെ. ഞങ്ങളെ മടയാത്രയിൽ കർത്താവ് കൂടെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവെ. ശത്രുവായ നോക്കൊന്നും ഇടയാക്കാത്ത കർത്താവെ. വഹിക്കുന്ന എല്ലാ സ്നേഹത്തിനായും അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. എല്ലാം അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനും വിടുതലുമായി തീർന്നതിന് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും അപ്പത്തിനെടുത്ത യേശുവിന്റെ നാമം തന്നെ. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. അവൻ നമ്മെ വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യാം. മാനിച്ചതിനായി സ്തോത്രം ചെയ്യാം. കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുക. ആശയമാണ് പ്രവേശനങ്ങളുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹം മറ്റു കൂട്ടായ്മ സഭ ഇവിടെ കൂടി വന്ന എൻ്റെ മക്കളുണ്ട്. പ്രത്യേകിച്ച് ഈ സഭയുടെ പേരും എപ്പോഴും ലേക്ക് ഉണ്ടായി മാറട്ടെ. പ്രവേശന മൂലം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സിയോൻ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121 9387948179. ഇമെയിൽ firegardenpta@gmail.com.